എല്ലാവരും ഗുഡ് മോർണിംഗ്. ഓൾ കേരള ക്യാൻസർ അവയർനെസ്സിൽ നമ്മളിപ്പോൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് മലപ്പുറത്തെ വിട്ടിട്ട് കോഴിക്കോട്ടിലെടുത്ത് കാലടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുമ്പോൾ കോഴിക്കോട് ബീച്ചിലോട്ടാണ്. ചിലപ്പോൾ പോകണതിൽ തിപ്പം നമ്മൾ ടിപ്പു സുൽത്താൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ, അങ്ങോട്ട് പോകാൻ ഐഡിയ ഉണ്ട്. ആണ് അവിടെ ക്ലോസ് എന്നാണ് ഇട്ടിരിക്കുന്നത്. അവിടെ ഉള്ള നിറയെ പേര് ഡ്രിങ്ക്സ് എല്ലാം ചെയ്യണമുണ്ട്. അതുകൊണ്ട് അവിടെ ക്ലോസ് എന്നാണ് ഇട്ടിരിക്കുന്നത്. മോസ്റ്റ്ലി നമ്മളോട് ട്രൈ ചെയ്യണം, അത്രയും അകത്ത് പോകാൻ നോക്കണം. നമുക്ക് കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അകത്ത് കിട്ടണത്. ഇതുവരെയ്ക്കും നമ്മളും കണ്ടിട്ടുള്ള നിറയെ പേര് കാണാൻ പറ്റാത്തൊരു സാധനമാണ് അകത്തുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയെങ്കിലും ഇന്ന് കാണാൻ നോക്കാം. അതുപോലെ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലേ എൻ്റെ വീഡിയോസെല്ലാം കാണാൻ പറ്റുള്ളൂ. അതുപോലെ ഇനി സപ്പോർട്ട് ചെയ്ത് നിങ്ങളുണ്ട് പൊക്കി വിടാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്കിവിടെ നേരെ പോവാം. അതുകൊണ്ട് എല്ലാ മച്ചാൻസിനും ഒരു ഹായ് ഉണ്ട്, ഗുഡ് മോർണിംഗ് ഉണ്ട്. നമുക്കിന്ന് പോകാനുള്ള റോഡ് ഇതാണ്. ഇതൊരു വലിയൊരു ജംഗ്ഷനാണ് കേട്ടോ. ഈ ജംഗ്ഷൻ്റെ പേരെന്ന് അറിയാമോ? ചുമ്മാ കേട്ട് പറയാൻ നോക്കാമല്ലോ. ഈ ജംഗ്ഷൻ്റെ പേരെന്തെന്നറിയാമോ ആർക്കെങ്കിലും? ഈ ജംഗ്ഷൻ്റെ പേരാണ് രാമനാട്ടുകര. ഈ രാമനാട്ടുകര എന്ന് പറയുന്നത് ഒരു മെയിൻ ജംഗ്ഷനാണ്. നമ്മൾ കോഴിക്കോട് അങ്ങാടിയിലെ ഫസ്റ്റ് ഇതാണ്. മലപ്പുറത്ത് നിന്ന് വരുമ്പോൾ ഫസ്റ്റ് പറഞ്ഞ ഒരു അങ്ങാടിയാണ് കോഴിക്കോട്. ആ കോഴിക്കോട് മെയിൻ അങ്ങാടിയാണ് രാമനാട്ടുകര. ഓക്കെ, അപ്പോൾ നമുക്കിനി പോകാനുള്ള ഈ റോഡിലോട്ടാണ്. ഓക്കെ പക്ഷേ വലിയൊരു അങ്ങാടി ടൗണാണ് കേട്ടോ. കാരണം അതിലൊരു സൂപ്പർ പള്ളി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പള്ളി മീൻസ് മസൂദിയാണ്, നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. എനിക്ക് ഇത്ര ദൂരം വന്നതിൽ ഈ ഒരു മസൂദിയുടെ സ്ട്രക്ചർ ഇഷ്ടപ്പെട്ടായിരുന്നു, കാണിച്ചു തരാം കേട്ടോ. പക്ഷേ ഇതാണ് ആ പള്ളി കേട്ടോ. ഇത് കറക്റ്റ് എവിടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഫറൂഖിൻ്റെ അവിടെയാണ് ഉള്ളത് കേട്ടോ. ഇനി 2 ക്ലിപ്പും കൂടെ എടുത്ത് കാണിച്ചു തരാം. ആണ് പക്ഷേ നമ്മൾ ആ ഒരു ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് പോണതാണ് കോഴിക്കോടിലോട്ട് പോണത്. ആ റോഡെന്ന് പറഞ്ഞാൽ ഫറൂഖ് ആ റോഡാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ കുറച്ച് തണൽ കിട്ടി കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഇതാ ഒരു മരം നിൽക്കുന്നില്ലേ, ഈ മരമാണ് നമുക്ക് കുറച്ച് തണൽ തന്നത്. അടുത്ത് നമ്മൾ തണലിൽ നിന്ന് വെയിലിലോട്ട് പോകാൻ പോവുക. ഉണ്ടല്ലോ, ഇത്രയും ദൂരം തണലാണ്, അത് കഴിഞ്ഞെടുത്ത് വെയിലാണ്. സെറ്റ് മുടിയല്ലേ. സമ വെയിൽ കിട്ടിയോ? സമ വെയിലെന്ന് പറഞ്ഞാൽ സമ വെയിലാണ് ഇവിടെ. നല്ലപോലെ വെയിലുണ്ട്. ഞാൻ നടന്ന് വന്നപ്പോഴാണ് അവിടെ നേരെ കിടന്നതാണ്. ഈ സൈഡ് ഓപ്പൺ പ്ലേസ് ആണ് കേട്ടോ. അതുകൊണ്ട് നല്ല വെയിൽ. ഈ സൈഡ് റെയിൽവേ സ്റ്റേഷനാണ്, അടുത്ത് നടന്നു പോണ സൈഡിൽ. അതൊരു സ്റ്റേഷൻ്റെ ഒരു ഇതാണ്. എന്ത് സ്റ്റേഷൻ എന്ന് പറഞ്ഞൂടാ, കലായില ആണ് മച്ചാ. എനിക്ക് ഇത്രയും ദൂരം വന്നതിൽ ഒരു പുതിയ അറിവൊന്നും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ VKC പ്രൈഡ് എന്ന് പറഞ്ഞൊരു ചെരുപ്പിൻ്റെ ഒരു ബ്രാൻഡ് എല്ലാവരും കേട്ട് കാണും. അത് യൂസും ചെയ്തിട്ടുള്ള മച്ചാൻസ്മാർ നിറയേരുണ്ട്. നമ്മൾ നിറയേര് അത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ വന്നിട്ടുണ്ട്, ആരാണ് കണ്ടുപിടിച്ചത്, അത് എവിടെയുള്ള ആളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. അത് വേറെ എവിടെയല്ല, കോഴിക്കോട് കാലിക്കറ്റിലുള്ളവരാണ്. അതിൻ്റെ ഒരു മെയിൻ ബ്രാഞ്ചാണ്, അതായിരിക്കില്ലേ, അതാണ് മെയിൻ ബ്രാഞ്ച് കേട്ടോ. ഇതായിരിക്കണം കമ്പനി. ഇവിടെ നിന്നാണ് വെളിനാട്ടിലൂടെ എക്സ്പോർട്ടിങ് ആവുന്നത്, ഇവിടെ നിന്നാണ് കേട്ടോ. എനിക്ക് ഇവിടെ നിന്ന് ഒരു അപ്പൂപ്പനാണ് എൻ്റെ ഇത് പറഞ്ഞത്. ഇവിടെ ഉള്ള ആളാണ് ആ VKCയുടെ കണ്ടുപിടിച്ചിട്ടുള്ള ആൾ, ആ ബ്രാൻഡ് കൊണ്ടുവന്ന ആളും ഇവിടെ ഉള്ള ആളാണ് കേട്ടോ. അറിഞ്ഞൂടത്തുള്ളതെല്ലാം നോട്ട് ചെയ്യണം. അത് കാലിക്കറ്റിലുള്ള ആളാണ് അതിൻ്റെ മെയിൻ ആൾ. ഓക്കെ മച്ചാൻസ്, അപ്പോൾ നമുക്കിനി പോകാനുള്ളത് ഇങ്ങോട്ടാണ്. വെയിലിൻ്റെ അയ്യർ കളി എന്ന് പറഞ്ഞാൽ വെയിലിൻ്റെ അയ്യർ കളിയാണ് കോഴിക്കോട്ടിൽ കേട്ടോ. ഇപ്പോൾ ഇത്തിരി ദൂരം നടന്ന കുറച്ച് ദൂരം തണലായിരുന്നു. ഇങ്ങോട്ട് വെയിലടിച്ചപ്പോൾ കുറച്ച് സെറ്റായിരുന്നു. അപ്പോൾ പറഞ്ഞ വെയിലാണ്. അവിടെ ഒരു കരിക്ക് കട കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കരിക്കുവെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ നേരെ വന്നായിരുന്നു. നമുക്ക് കരിക്കടിച്ചിട്ട് പോകാം. ഇത്ര കരിക്കുണ്ടോ? ഇവിടെ നല്ല നിറയെ കരിക്കുണ്ട് കേട്ടോ. അപ്പോൾ കരിക്ക് നിറയെ ഉണ്ട്. അപ്പോൾ കുടിക്കാൻ തോന്നും. ഇതൊരു ക്യാമറ ചേട്ടാ. ഓ ചേട്ടാ, നല്ല ഇളത് നോക്കി, നല്ല ഇരിപ്പും. വെള്ളം ഇളതും വേണം. ഒന്ന് എത്ര ചേട്ടാ? ഇപ്പോൾ മച്ചാൻസ് നമുക്ക് നല്ല കരിക്കുളം കുടിച്ചിട്ട് അങ്ങനെ ഇറങ്ങാം. ഓക്കെ, അപ്പോൾ ബാഗിൻ്റെ വെയിറ്റ് കുറയുന്നു നോക്കിയപ്പോൾ ബാഗിൻ്റെ വെയിറ്റ് കൂടണം കേട്ടോ. എൻ്റെ വെയിറ്റ് കുറയുകയും ചെയ്യണം. പക്ഷേ ഇത് പൊളിച്ച് കേട്ടോ. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കുടിച്ചില്ലേ, അത് വിടവും ഇതിന് കുറച്ച് നല്ല ഇനിപ്പുണ്ട് കേട്ടോ. സെറ്റാണ്. അങ്ങനെ കരിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വെച്ചപ്പോൾ ചേട്ടനാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തത്. താങ്ക്സ് ചേട്ടാ, താങ്ക്സ് ഉണ്ട്. അങ്ങനെ കരിക്ക് കുടിച്ച് കഴിച്ചിട്ടുണ്ട്. വെള്ളത്തിരുന്ന ടേസ്റ്റ് ഞാൻ കാട്ടി
കരിക്കിൻ്റെ ടേസ്റ്റ് പൊളിയാണ് കേട്ടോ. കരിക്ക് കുടിച്ച് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ടൗണിലോട്ട് പോകണം. ഇവിടെ ഫുൾ ജംഗ്ഷനാണ്, ഒരു വലിയൊരു ജംഗ്ഷനുകളാണ് കേട്ടോ. ഫുൾ ട്രാഫിക്കുകളും എല്ലാത്തിൻ്റെ ഒരു ഇതാണ്. സമയം ഒരു 12 മണിയാവണ്. ഇപ്പോൾ കൂടെ നല്ല ട്രാഫിക്കുണ്ട് ഇവിടെ. എൻ്റെ ഫോൺ മാപ്പ് കണ്ടാൽ അറിയാം നമ്മൾ നിൽക്കുന്നത് ഇതാ നിൽക്കണം. ഇതിൻ്റെ സ്ട്രൈറ്റ് അങ്ങ് ഇരിക്കണം ബീച്ച്. ഈ റോട്ടിൻ്റെ അങ്ങ് സ്ട്രൈറ്റ് ഇരിക്കണം ബീച്ച് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോവാം. ബീച്ചിൻ്റെ കുറച്ച് ഭാഗം കണ്ടു കേട്ടോ. അതോ കാണുന്നുണ്ടല്ലോ, അതാണ് ബീച്ച് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ലൈറ്റ് ആ ബീച്ച് നോക്കിയിട്ട് അങ്ങോട്ട് മെയിൻ സ്പോട്ടിലോട്ട് പോവാം കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ നൈസാണ് കേട്ടോ, കാണാൻ ഒരു പൊളി സാധനമാണ് കണ്ടല്ലോ. ഒരു സൂര്യനെ ബ്ലീച്ച് അടിച്ച് കൊല്ലാണ് കേട്ടോ. അലകളുണ്ട്. മുട്ടൻ ബീച്ചാണ് കേട്ടോ. അങ്ങോട്ട് പോവാം. നമുക്കതിൽ നടക്കണ്ടല്ലോ, അതുകൊണ്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമുക്കിനി അങ്ങ് അറ്റമാണ് പോകാനുള്ളത് കേട്ടോ. അതാണ് മെയിൻ ബീച്ച്. അപ്പോൾ നമുക്കിനി നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ. അങ്ങനെ നമ്മൾ KLF ഫെസ്റ്റിവലിനോട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സൗണ്ടാണ്. നിങ്ങൾ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം. സൗണ്ട് അതിൽ എങ്ങനെയോ ഇടയിൽ വന്ന് പോകണേ നല്ല സൗണ്ടാണ് കേട്ടോ മച്ചാൻസ്. അപ്പോൾ നമുക്ക് ഫെസ്റ്റിവലിൻ്റെ അകത്ത് എന്തെല്ലാം നടക്കുന്നത് ചെറിയ ചെറിയ ക്ലിപ്പുകൾ നോക്കാം. അത് ഒരു ഫ്ലോയിൽ കറങ്ങാൻ കിടന്നു നമുക്ക്. ഓക്കെ. മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നതിന് മുൻപ് ഒക്കെയാണ് ഇപ്പോൾ നൊസ്റ്റാൾജിയ. ഫോൺ വരുന്നതിന് മുൻപ് ലാപ്ടോപ്പ് ആയിരുന്നു എന്ന് പറയുന്ന നൊസ്റ്റാൾജിയൊക്കെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി, ഞാൻ പാടുന്നത് എൻ്റെ ചെറുപ്പം. എനിക്കിപ്പോൾ 44 വയസ്സ്. എൻ്റെ 20 വയസ്സ്, എൻ്റെ 16 വയസ്സ്, എൻ്റെ 15 വയസ്സ്, ഞാൻ ഇതിനെ ഒരു സംഗീത പെർഫോമൻസ് ആയിട്ടേ കാണാത്ത ഒരാളാണ്. ഞാൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയുള്ളത് സംഗീതം. അത് ചിലപ്പം സിനിമാ പാട്ടായിരിക്കും, ചിലപ്പോൾ ഗസലായിരിക്കും, ചിലപ്പോൾ നാടൻ പാട്ടായിരിക്കും, ചിലപ്പോൾ കവിതയായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമാണ് സംഗീതം. അതുകൊണ്ട് എല്ലാ സംഗീതവും കവിതയും കാലാനുവർത്തിയാണ്. ഓരോ കാലങ്ങളിലായിരിക്കും അതിൻ്റെ എലിവേഷൻ സംഭവിക്കുന്നത്. മച്ചാൻസ്, നമ്മൾ ഓൾ കേരള ക്യാൻസർ അവയർനെസ്സിൽ വന്നതിലും നമുക്ക് പൊളിയ ഒരു ചേട്ടനെ കണ്ടായിരുന്നു കേട്ടോ. അത് സൂപ്പർ. ആ ചേട്ടൻ പടം നൈസ് ഒരു കാറ്റഗറിയുള്ള പറയണത്. ആ ചേട്ടനെ കാണിച്ചു തരാം. അതേപോലെ നമുക്കും ഒരു ഫോട്ടോ അത് വരയാൻ പോകണമായിരുന്നു കേട്ടോ. വെച്ചാൽ നമ്മളെ പടം പൊളിത്തനമ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ കണ്ടായിരിക്കും. നമുക്ക് ആ ചേട്ടൻ്റെ പേര് കേൾക്കാം. ഫുള്ളാൻ അതിനും കേട്ടിട്ടില്ലായിരുന്നു ഇതുവരെയ്ക്കും. പറഞ്ഞ് ചെയ്തിട്ട് കേൾക്കാം, ഒരു ഫുൾ ഡീറ്റെയിൽസ് കേൾക്കാമെന്ന് പറഞ്ഞാണുള്ളായിരുന്നത്. ഇപ്പോൾ നമുക്ക് ആ ചേട്ടൻ്റെ പേര് ഡീറ്റെയിൽസ് കേൾക്കാം. ചേട്ടാ, ചേട്ടൻ്റെ പേരെന്താ ചേട്ടാ? എൻ്റെ പേര് ബഷീർ കീശേരി എന്ന പേരിലാണ് ഞാൻ കാർട്ടൂൺ വരയ്ക്കുന്നത്. സ്ഥലം മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത്. വർക്ക് നൈസായിട്ടുണ്ടായിരുന്നു ചേട്ടാ. ഓക്കെ, താങ്ക് യു. അപ്പം നിങ്ങളും കണ്ടു കാണും, എങ്ങനെ ഇരുന്ന് കാണുമെന്ന്. ഓക്കെ.